രാവിലെ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ ഫുഡൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ നിസ്സാര സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന 4 ഐറ്റംസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. ഇനി കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമാണെങ്കിൽ പോലും നമുക്കിത് നിസ്സാര സമയം കൊണ്ട് സ്നാക്കായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട എടുക്കുന്നുണ്ട്. മുട്ടയുടെ അളവൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് എടുത്താൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 5 സ്ലൈസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ എത്ര പേർക്കാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത്രയും ക്വാണ്ടിറ്റി എടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 പേർക്ക് വേണ്ടിയിട്ടാണ് 5 ബ്രെഡും 3 മുട്ടയും എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡ് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം. ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിടണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയായി കിട്ടുവേ. ഒരു പാൻ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഇത് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും അടിവശം മുരിഞ്ഞിട്ടുണ്ടാവും. 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യണം. കാരണം മുട്ട ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ എരിവ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് മധുരം ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ചില്ലി ഫ്ലേക്സോ കുരുമുളക് പൊടിയോ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പഞ്ചസാരയോ തേനോ ഒക്കെ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കത്തി ജസ്റ്റ് ഒരു നനവോടുകൂടി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാതെ കിട്ടും. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇതിലേക്കിനി 1/4 ടീസ്പൂണോളം ഉപ്പ്, 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്ത് അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, സവാള, തക്കാളി ഇതൊക്കെ ചോപ്പ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ബട്ടർ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയം ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതും വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ജസ്റ്റ് നമ്മുടെ ഒരു മുട്ടയൊന്ന് റെഡിയായി വരുന്ന സമയം മാത്രം മതി. ഈ മുട്ട ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതല്പം കെയർഫുൾ ആയിട്ട് തന്നെ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിതിന് മുകളിലായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാലൻസ് ക്യാരറ്റും ഒരല്പം സ്വീറ്റ് കോണും അല്പം ക്രഷ്ഡ് ചില്ലിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി. അതും ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചീസും ടൊമാറ്റോ കെച്ചപ്പും ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുപോലെ തന്നെ 3 റോള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ സിമ്പിളാണ്. ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്.
വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ചീസൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊരുപാട് ഇഷ്ടത്തോടെ ഇത് കഴിക്കും. ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇത്. ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ പഴം തന്നെ വേണമെന്നൊന്നുമില്ല, ചെറുപഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ എടുക്കാവുന്നതാണ്. ഒരു ഫോർക്ക് കൊണ്ട് ഞാനിത് നല്ലപോലെ ഇപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് പഞ്ചസാരയോ തേനോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു ചൂടായ പാനിലേക്ക് അല്പം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 2 ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തത് വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് അല്പം തേനൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ബ്രെഡ് തന്നെ ഇതിന് മുകളിൽ വെച്ചങ്ങ് ക്ലോസ് ചെയ്തെടുക്കുവാണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടാത്തവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് കഴിച്ചിട്ട് പോകാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ഈസി ആയിട്ടുള്ളൊരു ചീസി ബ്രെഡ് ടോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും നല്ലപോലെ യോജിച്ച് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മുട്ട നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിതാ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്ത് അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിത് പാനിൽ മൊത്തത്തിലങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ടയുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബാലൻസ് ഉള്ള ആ ഒരു മുട്ട മിക്സ് കൂടി ബ്രെഡിന് മുകളിലായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ റെഡിയായ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ഒരു വശത്തേക്ക് നമുക്ക് ചീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഇതിന് മുകളിലായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അല്പം സിസമേ സീഡ്സ്, അതായത് നമ്മുടെ വെളുത്ത എള്ള് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ വെളുത്ത എള്ള് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മൾ ഡെയിലി ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് നമ്മളൊരു ചീസി ബ്രെഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.